Hi friends, welcome to Mates. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടികളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മളെ ബാറ്ററീസ് ആണ്. അപ്പോൾ ബാറ്ററി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ വണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ ബാറ്ററി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മളൊരു ബാറ്ററി പുതിയത് മേടിക്കുമ്പോൾ അത് പിന്നെ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷമൊക്കെ വാറണ്ടിയുള്ള ബാറ്ററീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 3 വർഷത്തേക്ക് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബാറ്ററി പിന്നെ അഥവാ എന്തെങ്കിലും ചാർജ് കുറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് നേരെ കൊണ്ടുപോയി കൊടുത്താൽ മതി. ഒന്നുകിൽ അവർ ചാർജ് ചെയ്ത് തരും, അല്ലെങ്കിൽ ബാറ്ററി മാറ്റി തരും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു 3 വർഷം അല്ലെങ്കിൽ 2 വർഷം നമുക്ക് സേഫാണ് ഈ ഒരു ബാറ്ററിയുടെ കാര്യത്തിൽ. അപ്പോൾ ഈ 3 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എത്ര കാലത്തോളം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 വർഷം കഴിഞ്ഞാലും മാക്സിമം നമുക്ക് എത്രത്തോളം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെയുള്ള മറ്റു വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ വണ്ടിയുടെ ബാറ്ററിയുടെ കാര്യം തന്നെ പറയാം. അതായത് ഇത് ടാറ്റ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ബാറ്ററിയാണ്. ഇതിന് 2 വർഷമാണ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ 1 വർഷം കൂടി എക്സ്ട്രാ വാറണ്ടി ഉണ്ട്. അതായത് റീപ്ലേസ് ചെയ്യില്ല. എന്തെങ്കിലും ചാർജിങ് പ്രോബ്ലം ഉണ്ടാവണമെങ്കിൽ അവർ ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി വാട്ടറൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്ന് ചാർജ് ചെയ്ത് ഒന്ന് റെഡിയാക്കി തരുന്ന ആ ഒരു ഇതാണ്, ഒരു മെയിൻ്റനൻസ് ചെയ്ത് തരുന്ന ആ ഒരു വാറണ്ടിയാണത് അടുത്ത 1 വർഷത്തേക്കുള്ളത്. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താ വെച്ചാൽ ഈ 2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും അവർ റീപ്ലേസ് ചെയ്ത് തരണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിനൊരുപാട് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ 2 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് ഒരു 1.5 വർഷമായിട്ട് കൊണ്ടു ചെന്നാലും അവർ ചിലപ്പോൾ ചാർജ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് തരും. അങ്ങനെ റീപ്ലേസ് ചെയ്ത് തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാക്സിമം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുകയും അതിന് വേണ്ടത് എന്താണെന്ന് അത് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇപ്പോൾ ഈ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ട് എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനും ഒരു പരിധിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാറ്ററിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഏജിങ് ഉണ്ട്, ഒരു ലൈഫ് ഉണ്ട്. അത് ഇത്ര പ്രാവശ്യം ചാർജ് ചെയ്യാം, ഇത്ര മണിക്കൂർ ചാർജ് ചെയ്യാം, ഇത്ര മണിക്കൂർ ഡിസ്ചാർജ് ചെയ്യാം എന്നുള്ള ഒരു ലൈഫ് ഉണ്ടാവും ഏതൊരു ബാറ്ററിക്കും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏതൊരു ബാറ്ററി ആണെങ്കിലും അത് ഡൗൺ ആയി പോകും, ഡെഡായി പോകും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാറിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിമൂവ് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ ആ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. കാരണം പോസിറ്റീവ് ടെർമിനൽ ഒരു കാരണവശാലും നമ്മുടെ കാറിൻ്റെ ഒരു ബോഡി പാർട്സിലും ടച്ച് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ടച്ച് ആയി കഴിഞ്ഞാൽ അത് സ്പാർക്കിംഗ് ഉണ്ടാവും. നെഗറ്റീവ് പാർട്ട് തട്ടിയാലും കുഴപ്പമില്ല, പക്ഷേ പോസിറ്റീവ് ടെർമിനൽ ഒരു കാരണവശാലും വണ്ടിയുടെ ഒരു ബോഡി പാർട്ടിലും ടച്ച് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമാന്യം നല്ല റെസ്റ്റൊക്കെ പിടിച്ചിട്ടാണ് കിടക്കുന്നത് ഏതായാലും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബൈക്കിൻ്റെ ബാറ്ററി ഒന്ന് അഴിച്ചു നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബൈക്കിൻ്റെ ബാറ്ററിയാണ് ഇപ്പോൾ ലോ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതും കൂടി ഒന്ന് ജസ്റ്റ് നോക്കുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ കാറിൻ്റെ ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബൈക്കിൻ്റെ ഒന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ എൻ്റെ വണ്ടി ഹോണ്ട യൂണിക്കോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ അഴിക്കുന്നതിൻ്റെ രീതി ശ്രദ്ധയോടെ നോക്കുക. വളരെ എളുപ്പമാണ്. ആ സൈഡ് കവർ നമ്മുടെ ഇരിക്കുമ്പോൾ ഇടത് ഭാഗത്തുള്ള സൈഡ് കവറിലാണ് ബാറ്ററി ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 2-3 സ്ക്രൂസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു സ്ക്രൂ നമുക്ക് ഈ സീറ്റ് ഊരിയെങ്കിലേ അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഹോണ്ട യൂണിക്കോണിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്, ഇപ്പോൾ മറ്റ് വണ്ടികളിൽ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. മിക്കവാറും വണ്ടിക്കൊന്നും ഇങ്ങനെ സീറ്റ് ഊരേണ്ട ഒരു അവസ്ഥ ഇല്ലയെന്ന് തോന്നുന്നു. ഈ സൈഡ് കവർ സിമ്പിളായിട്ട് ഊരി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കവർ ഊരി കഴിഞ്ഞാൽ ഒരു ബാറ്ററി ഗാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ടാകും. അതും കൂടി നമ്മൾ ഊരി കഴിഞ്ഞാൽ ഇതാ കണ്ടല്ലോ, നമ്മുടെ ബാറ്ററിയുടെ സത്യം പറഞ്ഞാൽ നല്ല റസ്റ്റ് പിടിച്ചിട്ടുണ്ട് അല്ലേ. കറക്റ്റായിട്ട് ടെർമിനലൊക്കെ കണക്ഷനൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. എന്തായാലും ബാറ്ററി നമ്മുടെ സെൽഫൊന്നും കിട്ടാതെ ഇരിക്കുന്നത് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. സംഭവം ഞാനിപ്പോൾ ഇത് അഴിച്ച് നോക്കിയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി, ഒരു 4-5 മാസമായി. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ബാറ്ററി വാട്ടർ ഒഴിച്ചു കൊടുക്കുന്ന ടൈപ്പ് ബാറ്ററീസ് ആകുമ്പോൾ എന്തായാലും നമ്മൾ ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ നിർബന്ധമായിട്ടും നമ്മുടെ ബാറ്ററിയുടെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ബാറ്ററിയുടെ ആ ഒരു ടെർമിനൽസിലൊക്കെ നമ്മുടെ ആ ഒരു നെട്ടൊക്കെ കണ്ടില്ലേ, അതൊക്കെ അവിടെയൊക്കെ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച അവസ്ഥയിലാണ്, കണ്ടില്ല. അത്രയും റസ്റ്റ് പിടിച്ചിട്ടുണ്ട്. നമ്മളെ ബാറ്ററി ടെർമിനലിൽ സാധാരണ വരാറുള്ള വെള്ള കളർ പോലെയുള്ള പൊടി അതൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഈ നെട്ടൊക്കെ അങ്ങോട്ട് ദ്രവിച്ചു പോകും, അങ്ങോട്ട് അലിഞ്ഞില്ലാതായി പോകുന്നൊരു ആ ഒരു രീതിയിലേക്കൊക്കെ പോകും. അപ്പോൾ ഇടയ്ക്ക് നമ്മളിത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് വീക്കാവുകയും പിന്നീട് ബാറ്ററി ഉടൻ തന്നെ മാറ്റേണ്ട ഒരു കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് WD-40 ഒന്ന് ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കുകയാണ്, ആ നെട്ടും ബോൾട്ടും. അപ്പോൾ എല്ലാ റസ്റ്റും ഒക്കെ ഒന്ന് ക്ലീനായി പോകാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇനി നമ്മളെ രണ്ട് ബാറ്ററിയും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അതിൽ പിടിച്ചിട്ടുള്ള മണ്ണ്, പൊടി, റസ്റ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്യാപ്പ് നന്നായിട്ട് ടൈറ്റ് അല്ലേ എന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഉള്ളിലേക്ക് വെള്ളം കയറി പോകാൻ പാടില്ല. അതല്ലെങ്കിൽ കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് നനച്ച് തുടച്ചാലും മതി. ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകണം എന്നൊന്നുമില്ല. കാരണം ഞാനിപ്പോൾ കഴുകാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൻ്റെ താഴെ ഭാഗത്തൊക്കെ നന്നായിട്ട് ഇത് അങ്ങനെ തുടച്ചാൽ പോകാത്ത രീതിയിൽ അഴുക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാറ്ററി ടെർമിനൽസ് നമ്മൾ നേരത്തെ അഴിച്ചപ്പോൾ കണ്ടതാണ്. ടെർമിനൽസിൽ നല്ല രീതിയിൽ റസ്റ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടെർമിനൽസ് പ്രത്യേകം നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം, നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ WD-40 യൂസ് ചെയ്തിട്ട് നമ്മുടെ സാധാരണ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ WD-40 ഇല്ല എന്നുണ്ടെങ്കിൽ പെട്രോൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡീസലൊക്കെ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ രണ്ട് ടെർമിനൽസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാപ്പ് ഒന്ന് റിമൂവ് ചെയ്യണം. കാരണം അതിൽ ബാറ്ററി വാട്ടർ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നോക്കണം. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ലോ ആവാൻ കാരണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് വളരെ സിമ്പിളായിട്ടൊരു പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാവുന്നുള്ളൂ. ഇതിങ്ങനെ തിരിച്ച് വയ്ക്കുന്നതല്ല, നമുക്ക് ഒരു പ്രസ്സിങ് ആണ്. സിമ്പിളായിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ റിമൂവ് ആവുന്നതാണ്. എന്നിട്ട് നമ്മുടെ പുറത്ത് നിൽക്കുന്ന എന്തെങ്കിലും വെള്ളത്തിൻ്റെ, നമ്മൾ നേരത്തെ വെള്ളം കഴുകിയതിൻ്റെയൊക്കെ വല്ല അംശം ഉണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിലൊരു തുള്ളി വെള്ളം പോലും നമ്മൾ കാണുന്നില്ല. കണ്ടില്ലേ, നമ്മളെ താഴെയുള്ള ആ ഒരു 6 ചേംബറുകളാണ് അതിനുള്ളിലുള്ളത്. അപ്പോൾ അതിലൊന്നും ഒരു തുള്ളി വെള്ളം പോലും ഇളകുന്നത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള സിറിഞ്ച് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ അളവിൽ ഇത് ഫില്ല് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ചേംബറിലും കൃത്യമായ അളവിൽ നമുക്ക് ഇത് ഫില്ല് ചെയ്ത് വരിക. അപ്പോൾ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇതാ കണ്ടില്ലേ, നമ്മുടെ ആ ഇലക്ട്രോഡ്സിൻ്റെ ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ ബാറ്ററി വാട്ടർ നിന്നാൽ മതി. ഏറ്റവും ടോപ്പിൽ വരെ എത്തണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് മാക്സിമം കറക്റ്റ് ആ ഒരു ഇലക്ട്രോഡ്സിൻ്റെ ജസ്റ്റ് മുകളിൽ വരെ നിൽക്കുന്ന രീതിയിൽ ഫില്ല് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി മൂവ് ചെയ്യുന്നതിനനുസരിച്ചൊക്കെ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ അത് ഓവർഫ്ലോ വന്നിട്ടൊക്കെ നമ്മുടെ ആ ഒരു ബാറ്ററി ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ കാറിൻ്റെ ബാറ്ററിയിൽ കണ്ട പോലെ നല്ല രീതിയിൽ ആ വൈറ്റ് കളർ റസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളൊരു ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്തിട്ട് വെക്കുന്ന സമയത്ത് അത് ഇരിക്കുന്ന ഭാഗം നല്ല വൃത്തിയുള്ള ഭാഗമാണോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. കാരണം ഇത് സെൽഫ് അടിയുന്നില്ലായിരുന്നു, ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ജസ്റ്റ് ഒരു സൗണ്ട് ഉണ്ടാവുന്നല്ലാതെ നമ്മളെ വണ്ടി സ്റ്റാർട്ടാവാനുള്ള പവർ ഇത് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ എത്ര വോൾട്ടേജ് ആണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 9.8 ലെവലിലാണ് വോൾട്ടേജ് കാണിക്കുന്നത്. ഇപ്പോൾ 12 വോൾട്ടിൻ്റെ ബാറ്ററി ആകുമ്പോൾ എങ്ങനെ പോയാലും ഒരു 12.4 അല്ലെങ്കിൽ 6, 7 ആ ലെവലിൽ കാണിക്കേണ്ടതാണ് വോൾട്ടേജ്. നല്ല ചാർജ് ഉള്ള ഒരു ബാറ്ററി ആണെങ്കിൽ 12.6, 7 ആ ഒരു ലെവലിലെങ്കിലും കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇതിലിപ്പോൾ വളരെ കുറവ് കാണിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബാറ്ററി വാട്ടർ ഇല്ലാതെ ഓടിയിട്ടാണ് ഇത് ലോ ആയത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചാർജ് ചെയ്യണം. അപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ ഇവിടെ കമ്മീഷൻ ചെയ്തൊരു ബാറ്ററി ചാർജറാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വണ്ടികളുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വളരെ കുറച്ച് കമ്പണൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ബാറ്ററി ചാർജർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം ഇടാം. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വേണമെന്നൊന്നുമില്ല, സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കറക്റ്റായിട്ട് പോസിറ്റീവും നെഗറ്റീവും പൊളാരിറ്റി മാറാതെ നമ്മൾ ചാർജിങ്ങിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാറ്ററിക്ക് ഓരോ ബാറ്ററിക്കും ചാർജിങ് വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വോൾട്ടേജ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഒരു കാരണവശാലും ഒരു പ്രത്യേക വാല്യൂവിൽ കൂടാൻ പാടില്ല. അപ്പോൾ മിക്കവാറും പിന്നെ നമ്മുടെ ബാറ്ററിയുടെ കൂടെ കിട്ടുന്ന മാനുവൽ അല്ലെങ്കിൽ വാറണ്ടി കാർഡൊക്കെ അല്ലേ, അതിൽ എഴുതിയിട്ടുണ്ടാവും എത്ര ആംബിയറിൽ ചാർജ് ചെയ്യാം, എത്ര വോൾട്ടേജ് വരെ ചാർജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ചാർജർ നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം വോൾട്ടേജ് ആ പറഞ്ഞ ലെവലിൽ കൂടാൻ പാടില്ല, അതുപോലെ തന്നെ ആ പറഞ്ഞ ലെവലിൽ കുറയാനും പാടില്ല. ആ കൃത്യമായ ഒരു പിന്നെ അളവിലായിരിക്കണം നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചാർജ് ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കാറിൻ്റെ പിന്നെ എല്ലാം ഒന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ അത് അഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലുള്ള സ്പൂണാണ്. ഇതിലും നല്ലൊരു ടൂള് ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഉപയോഗിച്ചത് ഇതുവരെയായിട്ടും ഈ സ്പൂണ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഒരു കുഴപ്പമില്ലാതെ ഒരു കേടും കൂടാതെ നമുക്കിത് അഴിക്കാൻ പറ്റും ഈ സ്പൂണാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം നമ്മുടെ ഈ എന്താ പറയുക 6 ചേംബറുകളാണ്. അപ്പോൾ ഈ 6 ചേംബർ ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചാൽ 12 വോൾട്ടാണ് നമ്മുടെ ബാറ്ററി എന്ന് പറയുന്നത്. ഈ ഓരോ ചേംബറിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെല്ലാണ്. അപ്പോൾ പിന്നെ ഓരോ സെല്ല് എന്ന് പറഞ്ഞാൽ 2 വോൾട്ടാണ്. അങ്ങനെയാണ് ഈ 6 സെല്ലുകൾ ചേർന്നിട്ട് 12 വോൾട്ട്
ആവുന്നത്. അപ്പോൾ ഇതിൽ എത്രയോ സെല്ല് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ബാറ്ററിയുടെ വോൾട്ടേജ് കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. അങ്ങനെയാണ്. ഇപ്പോൾ 24 വോൾട്ടിൻ്റെ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ 12 സെല്ലുകളുള്ള രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെയും ഞാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ ബാറ്ററി വാട്ടർ ചില ചേമ്പറിൽ മാത്രം കുറച്ച് കുറവുണ്ട് എന്നുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നമ്മളെ ബാറ്ററി അത്ര ലോ ആയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഞാൻ ബൈക്കിൻ്റെ അഴിച്ച സമയത്ത് ജസ്റ്റ് ഇതും കൂടി ഒന്ന് ഇതിൻ്റെ കണ്ടീഷനും കൂടി ഒന്ന് നോക്കാമെന്നുള്ള രീതിയിൽ ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇടയ്ക്കൊന്ന് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എല്ലാം വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞിട്ട് കുറേ സമയം ഓടി അത് നമ്മുടെ ബാറ്ററിയുടെ ഏജിങ്ങിനൊക്കെ ബാധിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ 12.46 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ കാറിൽ തന്നെ ഡയറക്റ്റ് ഇനി യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് കാർ അങ്ങനെ ഇപ്പോൾ വല്ലാതെ ഓടുന്നില്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ വണ്ടികൾ തീരെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാത്തത് കൊണ്ടും നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം ചാർജ് ചെയ്തിട്ട് വണ്ടിയിൽ തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നേരത്തെ പറയാൻ വിട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി ചാർജ് ചെയ്യുമ്പോൾ, അപ്പോൾ ഞാനവിടെ 5 ആമ്പിയറിൻ്റെ ചാർജറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 5 ആമ്പിയറിൻ്റെ ചാർജർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കറണ്ടാണ്. അപ്പോൾ പറ്റ ലോ ആയി കിടക്കുന്ന ഒരു ബാറ്ററിയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ കൂടുതൽ കറണ്ട് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഈ ഒരു ക്യാപ്പ് നമ്മൾ അടച്ച് വെക്കുന്ന ക്യാപ്പില്ലേ, അത് ഫുള്ളായിട്ട് ടൈറ്റ് ആക്കാതെ വെക്കുക. അപ്പോൾ ബൈക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചാർജ് ചെയ്ത സമയത്ത് നമ്മുടെ ക്യാപ്പ് ഇടാതെയാണ് ഞാൻ ചാർജ് ചെയ്തിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് എയർ അതിനുള്ളിൽ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഫ്രീ ആയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ആ ക്യാപ്പ് അടച്ച് വെക്കാതെയാണ് അത് ചാർജ് ചെയ്തത്. അതുപോലെ തന്നെ കാറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആ ക്യാപ്പ് ജസ്റ്റ് ലൂസ് ചെയ്ത് വെച്ചിട്ട് ചാർജ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ കാലം നിങ്ങളുടെ ബൈക്കിൻ്റെ ബാറ്ററി അതുപോലെ കാറിൻ്റെ ബാറ്ററി ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. എൻ്റെ ബൈക്കിൻ്റെ ഇപ്പോൾ 4 വർഷമായി, അതേപോലെ തന്നെ കാറിൻ്റെ 3.5 വർഷമായി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഓൺ ആക്കുക. ബൈ.